ഹലോ മൈ ഗൈസ്, ഇപ്പം നമ്മളിപ്പോൾ നെയ്ച്ചിട്ടുള്ളൂ. നമ്മൾ പല്ലേക്കാൻ പോവാണ്. അങ്ങനെ പല്ലും തേച്ചാണ്ട് നമ്മൾ ചായ കുടിക്കാണ്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടെ ഉമ്മയില്ല ഗൈസ്. അപ്പോൾ പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ കേകിയിട്ടുണ്ടില്ല. അപ്പം ഞാൻ കരുതി അതൊക്കെ ഒന്ന് കേകി വൃത്തിയാക്കി വെക്കാം. അപ്പം നിങ്ങൾ കരുതുണ്ടാവും അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യല്ലേ? അല്ല ഗൈസ്, എനിക്കിങ്ങനെ കിടക്കണമെന്ന് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഇത് കേക്ക് പൗതിയായപ്പോഴത്തേക്കും ഇമ്മ വന്നു ഗൈസ്. അപ്പം നമ്മൾ ഇമ്മക്ക് ബാക്കി കഴിക്കാൻ കൊടുത്തു. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഫ്രീ ആവുന്ന ടൈമിലൊക്കെ ഗൈസ് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. വെറുതെ തിന്നാണ്ട് പാത്രം ചെയ്യാതെ നീച്ച് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ മൂത്താപ്പാൻ്റെ വീട്ടിൽ കൂടെ പോവാണ്. നമ്മളെവിടേക്കും പോയിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മൂത്താപ്പാൻ്റെ വീട്ടിലെത്തി കുറച്ച് നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും മൂത്തമ്മ ചായ എടുത്തു തന്നു. ഞാൻ കുറേ വട്ടം പറഞ്ഞു വേണ്ട വേണ്ടെന്നൊക്കെ. പിന്നെ മൂത്തമ്മ നിർബന്ധിച്ചപ്പോൾ ഒരു 3 നൂൽപുട്ട് കഴിച്ചു, വേറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ നമ്മളെ മൂത്താപ്പി വന്നു. അപ്പോൾ ഇതാണ് നമ്മളെ മൂത്താപ്പ. അങ്ങനെ എന്തായാലും നമ്മൾ ഓരോട് സലാം പറയാണ്ട് നമ്മൾ പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എന്തായാലും അവിടുന്ന് പോകുന്നുണ്ട്. നമ്മൾ നേരെ അളിയൻ്റെ കടയിൽ പോയി. ഞാൻ 2 ജെയ്സ് വാങ്ങിയിരുന്നു. അത് 2 ചെറുതാണ്. അപ്പോൾ 2 ലാർജ് ആക്കണമെന്ന് പറഞ്ഞാണ്ട് നമ്മൾ അവിടെയും കയറാണ്ട് 2 ലാർജ് ജെയ്സ്. അങ്ങനെ നമ്മൾ വൈക്കാൻ ഒരു 50 റുപ്യക്ക് പെട്രോൾ അടിച്ചു. അത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും മുട്ടായും കാര്യങ്ങളൊക്കെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും പേരെഴുതി അടയാളപ്പെടുത്തിച്ച് അതും കൊടുത്താണ്ട് ഇനി നേരെ ഉമ്മാൻ്റെ. അങ്ങനെ നമ്മളെന്തായാലും പോണ വൈക്കനെയാണ് കുടുംബക്കാരുടെ കട. നമ്മളെന്തായാലും അവിടെയും കാര്യമാണ് കുറച്ച് നേരം അവിടെ ഇരുന്നാണ്ട് ഓനെ വിളിച്ചാണ്ട് നമ്മൾ നേരെ ഉമ്മാൻ്റെ പോയി. അങ്ങനെ നമ്മളെന്തായാലും ഉമ്മാൻ്റെ എത്തി കുറച്ച് നേരം വെള്ളം കുടിച്ചാണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഈ പാത്തും വന്നത്. ഈ പാത്തും വേണമെങ്കിലും ഇഞ്ഞോൾക്ക് പറ്റുന്നല്ല. അങ്ങനെ നമ്മളെന്തായാലും കുറച്ചേരം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ നമ്മളെന്തായാലും ഫുഡും കാര്യങ്ങളും കഴിച്ചാണ്ട് അങ്ങനെ റെസ്റ്റും കാര്യങ്ങളും എടുത്താണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.